ആ കാലത്ത് ഇവിടെ ഈ ഉറൂസും ആണ്ട് നേർച്ചയൊക്കെ വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ സമസ്തൻ്റെ ആലിമികൾ തന്നെ ഇടപെട്ടിട്ട് ഷംസുലമനെ ചുമതലപ്പെടുത്തി ആ വിഷയത്തിൽ കാര്യം വ്യക്തമാക്കി എഴുതാനൊക്കെ. അങ്ങനെ ഷംസുലമ ഒരു ചെറിയ ഗ്രന്ഥം, ഒരു രചന ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ആണ്ടു നേർച്ചയും ഉറൂസും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ മഹാന്മാരെ ഉറൂസ് നടത്തൽ, മഹാന്മാരെ ദീർഘ കെട്ടിപ്പടുക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല സമഗ്ര പഠന ഷംസുലമൻ്റെ വിശദീകരണമല്ലേ ഉഷാറ. അപ്പോൾ അതിൽ ഷംസുലമ എഴുതുന്നുണ്ട് ഈ ഉറൂസ് എന്നുള്ള പ്രയോഗം നമ്മുടെ ഹദീസിൽ കാണാമല്ലോ. നമുക്ക് നൗമത്തിൽ അറൂസ്, ഉന്നതന്മാരായ ആളുകൾ വഫാത്തായി ചെന്നാൽ അവരോട് അവർക്ക് അവിടെ സ്വീകരണമാണ്. അറൂസ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളാണല്ലോ. അപ്പോൾ പുതുമണവാളിനുള്ള സ്വീകരണം. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ എയർപോർട്ടിലും മറ്റൊക്കെ സ്വീകരണം കൊടുക്കുകയാണ്. മഹാന്മാരെ വിലാദത്തിലും അവർക്ക് ഇവിടെ സ്വീകരണമാണ് ഈ ലോകത്ത്, ഭൂമിയിൽ. ഇനി ഇവിടുന്ന് മറ്റൊരു ലോകത്തേക്ക് അവരുടെ യാത്രയാണ് വഫാത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ വലിയ സ്വീകരണമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അറൂസ്, പുതിയാപ്പിളാണ്. അപ്പോൾ അവർ പുതുമണവാളനായ ദിവസമാണ് അങ്ങോട്ട്. അതിനെ ഉള്ളറിവുള്ള ആലിമീങ്ങൾ ആ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കണം. അതിന് മഹത്വമുണ്ട് ആ ദിവസത്തിന്. അവരെ വിലാദത്ത് ഇവിടേക്ക് വലിയ സംഭവമായതുപോലെ വഫാത്തും വലിയ മഹത്വമുള്ള ദിവസം. അവർ ഒരർത്ഥത്തിൽ അറൂസായ ദിവസമാണ് അത് അങ്ങോട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാരങ്ങൾ വിവരമുള്ള പണ്ഡിതന്മാർ ഇശാഅത്ത് ചെയ്ത പ്രയോഗമാണേത് ഈ ആണ്ട് ഉറൂസ് എന്നുള്ളത്. ഇപ്പം നമ്മളെ ഷവ്വാലായി, ഇപ്പോൾ നാട്ടിലൊക്കെ മടവൂർ ഷെയ്ഖുനാൻ്റെ ഉറൂസ് മുബാറക്കുകളാണ്. കൊല്ലം കൊല്ലം കൂടി വരിക, കുറയല്ല, മാസം തികയാത്ത അവസ്ഥയാണ് അവസ്ഥ. ഇപ്പോൾ ഉറൂസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഷവ്വാലാണ് നാടെങ്ങും മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുനാൻ്റെ പ്രത്യേക ഉറൂസും കാര്യങ്ങളൊക്കെ സജീവമായി നടക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഏത് കാലത്തും എതിർക്കുന്ന പോലെയാണ് വഹാബികൾ. അപ്പോൾ വഹാബികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സുന്നിയാളും അല്ലാത്തവരും തമ്മിലുള്ള ഒരു ഫർക്ക് തന്നെ എന്താണ്, മശായിഖമാരായിട്ടുള്ള ബന്ധമാണ്. അള്ളി റസൂലൊക്കെ പോലും പേരിനൊക്കെ പറയും, പക്ഷെ ഒരിക്കലും മശായിഖമാരെ വിഷയം അംഗീകരിക്കൂല. അപ്പോൾ നമ്മളെ പൂർവികരൊക്കെ നമുക്ക് കാണിച്ചെന്നൊരു വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റബീഉൽ ആഖിർ വരുമ്പോൾ മഹാനരായ ഗൗസുൽ ആലമിൻ്റെ പ്രത്യേകമായ ഉണ്ടാവും, റജബാവുമ്പോൾ ഹാജൻ്റെ, അതുപോലെ അപ്പം ഇങ്ങനെ ഓരോ മഹാന്മാരെ മഖ്സൂസായിട്ട് ഓരോ മാസവും നമ്മൾ നടത്തുന്ന ഈ മൗലിദും മധുഹൊക്കെ. അപ്പോൾ അള്ളി റസൂലും പോരെ, എന്തിനാണ് ഇങ്ങനെ മഹാന്മാരെ പ്രത്യേകം അംഗീകരിക്കുന്നത്? അതല്ലെങ്കിൽ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണല്ലോ ഇപ്പോൾ അമ്പിയാക്കളെ തൊട്ടുള്ള വിശ്വാസം എന്നുള്ളത്. അതുപോലെ ഔലിയാക്കളെ വിശ്വസിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഇവരെ ചോദ്യത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ, മടവൂർ ഷെയ്ഖിനെ ഒരാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവന് സുന്നിയാവൂലേ എന്നുള്ളതാണ് ഈ വഹാബികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അതെ 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 അതെ, ആ ഒരു പ്രസക്ത ചോദ്യമാണ്. ഔലിയാക്കളൊപ്പം എന്തിനാ അങ്ങനെ വിശ്വസിക്കേണ്ടിയുണ്ടോ? മടവൂരിനെ അംഗീകരിച്ചില്ലെങ്കിൽ സുന്നിയാവൂലേ? അതൊക്കെയാണ് ഇപ്പോൾ വാട്സപ്പിൽ. ഇതിപ്പോൾ ചില സുന്നിയാളെന്നെ ചോദിക്കണ കാലത്താണ്. നമ്മളവിടെ ഗൗരവമായിട്ട് കാര്യം മനസ്സിലാക്കണം. അമ്പിയാക്കളെ വിശ്വസിക്കൽ ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഔലിയാക്കളെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വളരെ വ്യക്തമാണ് കാര്യം. കാരണം നമ്മളിപ്പം ഈമാൻ കാര്യത്തിൽ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, അള്ളാൻ്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ള നമ്മളിലേക്ക് അയക്കുന്ന ദൂതന്മാർ, അതാണ് റസൂല്, അവരിൽ വിശ്വാസം. അപ്പോൾ ആ മുർസലീങ്ങളിലുള്ള വിശ്വാസം എന്നതിൽ പെട്ടതാണ് ഔലിയാക്കളിലുള്ള വിശ്വാസം. കാരണം അവർ മുർസലാണ്. ഇപ്പം നമ്മൾ യാസീനിൽ ഇന്നാ ഇലൈക്കും ല മുർസലൂൻ, അത് 3 ഔലിയാക്കളാണ്. ഒദിരിബിലഹും അസലൻ അസ്ഹാബൽ ഖറിയത്തി ഇത് ജാ അഹൽ മുർസലൂൻ. ആ നാട്ടുകാരെ ഉപമ പറയാണ്, അവർക്ക് മുർസലീങ്ങൾ വന്നു. ആ മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി നിശ്ചയിച്ച അവിടെ അവരംഗീകരിക്കുന്ന ഔലിയാക്കളാണ്. അപ്പം പിന്നെ ഇത് അർസൽന ഇലൈഹി മുസിനേനി, 2 ആൾക്കാർ ആദ്യം പറഞ്ഞയച്ചു. ഫഖദ ബൂഹുമ, നാട്ടുകാർ കളവാക്കി, ഇതെന്നുള്ള തന്നെ. ഫഅസ്സസ്ന, 3ാമത് ഒരാളും കൂടി പറഞ്ഞയച്ചു. ഇതാണ് ഈ മുർസലീങ്ങൾ. അപ്പോൾ യാസീനിൽ പറഞ്ഞ തഫ്സീറിൽ കാണാൻ മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളല്ല, റുസുലു ഈസ. അവരെ വിശ്വസിക്കാത്തതാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഈ മുർസല് എന്ന് പറഞ്ഞതിൽ അതിൻ്റെ 1ാം തട്ടിൽ വരുന്ന ആൾക്കാരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെ കദമിലുള്ള മഹാന്മാർ. ഇപ്പം നമ്മളെ തഫ്സീർ റൂഹുൽ ബയാനിൽ യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ആയത്ത്, അള്ളാഹുക്കും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. അവിടെ കാണാം സുമ്മഅലം അന്നസ്തിജാബത്തുർ റസൂൽ, റസൂലിന് ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. യദ്ഖുലു ഫീഹാ ബി ത്വരീഖിൽ ഇശാറത്തി ഇസ്തിജാബത്തുൽ ഔലിയാഇ അൽ ഉലമാഇൽ അദിബ്ബാഇൽ ഉമനാ ലിഅന്നഹുമുൽ വറസ.
വത്വരീഖത്തുഹും ത്വരീഖത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ബുദ്ദ ലിമൻ അറാദൽ വുസൂല ഇലല്ലാഹി തആല മിൻ സുഹ്ബത്തി മുർഷിദിൻ കാമിലിൻ ആരിഫിൻ ബിൽ മഖാമാത്തി വൽ മറാത്തിബി. അപ്പോൾ റസൂലിന് ഉത്തരം റസൂലിനെ അംഗീകരിക്കണം, റസൂലിന് വഴിപ്പെടണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് അവരുടെ വാരിസായി വരുന്ന കാമിലായ മശായിഖന്മാർ. അപ്പോൾ അവരെന്താക്കണം? വിശ്വസിക്കണം, അംഗീകരിക്കണം. അപ്പോൾ അവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അമ്പിയാക്കളെ വിശ്വസിക്കുന്ന ആ സമീപനം ഉണ്ടല്ലോ, അത് ഔലിയാക്കളിലും ബാധകമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സമസ്ത ഉണ്ടായത് എന്തിനാ ആലോചിച്ച് നോക്കി. സമസ്ത കേരള ജമിയത്തിലും ഇവിടെ ഉണ്ടായത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഉസ്താദ്മാർ. ആര്? കെ മൗലവി പറഞ്ഞാൽ തയ്യൽ മുഹമ്മദ് കുട്ടി ബാക്കവിയാണ്. അയാൾ ചാലകത്ത് കുഞ്ഞാമദാജിൻ്റെ പ്രധാന ശിഷ്യനാണ്. കുത്തിബി മുഹമ്മദ് മുസ്ലിയാർ ഓലൊക്കെ വാഴക്കാട് ദാറുൽ ഉലൂമിൽ ഒരു പായലിരുന്ന് പഠിച്ചോലെ. തലപ്പാവും കെട്ടൊക്കെ കണ്ടില്ലേ? നല്ല മുസ്ലിയാർ, കണ്ടാലും നല്ല എല്ലാം കൂടെ അയാൾ മൂല്യാരാണ്. അല്ല, അയാൾ ശരിക്കും മുസ്ലിയാരാണ്. ഇന്നുള്ള കുറേ മൂല്യമാരേക്കാൾ ഉന്നതനാണ് അയാൾ. ഇബാദത്തും കിതാബ് കൊണ്ടും ഇനി ബാക്കി സൂക്ഷ്മതൊക്കെ അയാൾക്ക് ഉണ്ട്. അയാൾ ശരിക്കും നമ്മൾ ഇപ്പം ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണതേ. ഓക്കെ ഉസ്താദിൻ്റെ സ്മരണികയിലൊക്കെ കാണാലോ. ഓക്കെ ഉസ്താദിൻ്റെ ഒരു ഉസ്താദാണ് കാപ്പാട് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. ഈ കാപ്പാട് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദാണ് ആര്? കെ മൗലവി. നമ്മളെ സിൽസില വരുന്ന മൂല്യരാണ്. പിന്നെ അന്നുള്ള മറ്റേ എടവണ്ണ അലവി ബാക്കവി, MCC അബ്ദുറഹ്മാൻ ബാക്കവി, ചാലകത്തിൻ്റെ മോനെ. ഇവരൊക്കെ ബാക്കവിമാരാ. പറപ്പൂർ അബ്ദുറഹ്മാൻ ബാക്കവി ഒക്കെ മൂല്യമാരാ. അല്ലാതെ നമ്മളെ നാട്ടിൽ വേറെന്തോ വന്നല്ലത്. അന്ന് അവർ അള്ളാഹിനെ നിശ്ചയിച്ചില്ലല്ലോ, റസൂലിനെ നിശ്ചയിച്ചിട്ടില്ല. അന്ന് അവർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ മൊയ്തീമാരാന്ന്, എന്തിനാണ് ഇപ്പം ഈ മൊഹീദ്ദീനായിട്ട് ഇങ്ങനെ നടക്കണതെന്ന്. അതായത് സമസ്തക്ക് ഉണ്ടാകുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ മൊഹിയുദ്ദീമാരെ പ്രചരിച്ച കാലം. അതിൻ്റെ അർത്ഥം മൊയ്തീശയെ അപ്പണ്ട് ഉണ്ടായിരുന്നല്ല. മൊയ്തീശേൻ്റെ കാലം കുറേ മുന്നെയാണ്. പക്ഷെ കേരളീയർക്കിടയിൽ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഷെയ്ഖ് ജീലാനിയെക്കുറിച്ചുള്ള വിവരങ്ങളും വിജ്ഞാനങ്ങളും കൂടിയൊരു കാലമാണ് ആ കാലം. ഖാദി മുഹമ്മദിൻ്റെ മൊഹീദ്ദീമാലാണ് എനിക്ക് കാരണം. പക്ഷെ ഖാദി മുഹമ്മദിൻ്റെ മൊഹീദ്ദീമാല അപ്പം 400-450 കൊല്ലം മുന്നേ ഉണ്ടാക്കിയതാ. പക്ഷെ അന്ന് പ്രിന്റിംഗ് ഇല്ലല്ലോ, ഏതേ ഉള്ളൂ കയ്യെഴുത്തുള്ള. അപ്പോൾ കയ്യെഴുത്ത് കോപ്പികളൊക്കെ നാട്ടിൽ പ്രചരിച്ച് ഓരോ വീട്ടിൽ എത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പം 100-300 കൊല്ലം മുന്നേ അന്നൊക്കെ അപേക്ഷിച്ച് മൊയ്തീമാല ഇവിടെ ഉണ്ടെങ്കിലും എല്ലായിടത്തും എത്തിയിട്ടില്ല. അച്ചു വന്നു, പ്രിന്റിംഗ് സൗകര്യം. അപ്പം മൊയ്തീമാല അച്ചടിച്ചു, പ്രചരിച്ചു. മൊയ്തീമാല കോപ്പി ഇല്ലാത്ത വീടില്ല, എല്ലായിടത്തും എത്തി. അത് ഇന്നിപ്പോൾ കാലത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് സ്പീഡ് കൂടും. ഇപ്പം യുദ്ധം നടക്കുകയാണല്ലോ, മിസൈലൊക്കെ ഭയം സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ എന്നതുപോലെ ഇപ്പം പിന്നെ കുത്തുബുല്ലാലം ഷെയ്ഖുന മടവൂര്, അവിടുത്തെ കറാമത്തും കാര്യങ്ങളും ഒരു 10-30 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വലിയ വ്യാപ്തിയിലെത്തി. അതിൽ തന്നെ ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് ഒന്നുകൂടി സ്പീഡായി. ഞാൻ ഈ കൊറോണ വന്ന് യൂട്യൂബ് ചാനലും മറ്റും സജീവമായപ്പോൾ മീഡിയകൾ സജീവമായി. അതേസമയത്ത് അന്ന് മീഡിയ സജീവമാണെങ്കിൽ ഈ പ്രിന്റ് വരുന്നേ ഉള്ളൂ. പ്രിന്റ് വന്ന കാലത്ത് അപ്പോൾ അതൊക്കെ സമസ്തൻ്റെ തൊട്ടടുത്തുള്ള മുമ്പുള്ള കാലമാണ്. മൊയ്തീമാല ചെല്ലാത്തൊരു നാടുമില്ല, ഒരു വീടുമില്ല. ഇതന്ന് ഈ മൂല്യമാർക്ക് ദേശീയമാണ്. എന്താണ് ഇപ്പോൾ ഇത് പരിപാടി, ഇതിനാണ് ഇപ്പം ഇങ്ങനെ മൊയ്തീനിശേനെ പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ അവർ മൊഹിയുദ്ദീമാലക്കെതിരായി രംഗത്ത് വരികയാണ്. ഓലൊക്കെ അന്ന് കൊണ്ടോട്ടി ഭാഗത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പതി ഉസ്താദ് വന്നു. പതി അവിടെ വന്നെന്തിനാ? മൊഹിയുദ്ദീമാലക്കെതിരെ അലവി ബാക്കവി പ്രസംഗിച്ചു. മൊഹിയുദ്ദീമാലക്കെതിരെ അലവി സക്കാഫി അലവി ബാക്കവി എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അപ്പോഴാണ് പതി ഉസ്താദൊക്കെ അവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം അന്ന് ഈ മൊഹിദ്ദീൻ എന്തിനാണ് ഇപ്പോൾ ഈ ഷെയ്ഖ് ജീലാനി അങ്ങനെ പറഞ്ഞെടുക്കുന്നത്? മൊയ്തീശേനെ അംഗീകരിക്കില്ല, സുന്നി ആവൂലെന്നാവുമല്ലോ ചോദ്യം. ഒന്നത്തെ ചോദ്യം അതാ. ഇന്ന് അതിന്റെ പുതിയ അപ്ഡേഷനാണ് ഇത്. മടവൂരിനെ അംഗീകരിച്ചില്ലെങ്കിൽ അതുണ്ട്. അന്ന് ആ മൂല്യന്മാർ ചോദിച്ച ചോദ്യം അത്. അപ്പം നമ്മൾ സമസ്തന്റെ പണ്ഡിതന്മാരെ മറുപടി സുന്നി ആവൂല, മൊയ്തീശേനെ അംഗീകരിക്കണം. സമസ്തന്റെ പ്രമേയത്തിൽ കാണാം പിന്നെ മൊഹിദ്ദീമാല മൊയ്തീ റാത്തീബ് ഇതൊക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യണം, അല്ലാത്തവരൊക്കെ മഹലിൽ നിന്ന് പിരിച്ചുവിടണം, ഇതൊന്നും സുന്നല്ല. മനസ്സിലാണ്ടോ കാര്യം? അപ്പം ഇത് ഇന്നിപ്പം മടവൂരാണെങ്കിൽ അന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച ചർച്ച നമ്മളെ സംബന്ധിച്ചതൊക്കെ തുല്യമാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. വലിയ വലിയ വമ്പന്മാർ വരും. ആ സ്പോട്ടിൽ അവരെ കൊണ്ട് വിശ്വാസം ഉറപ്പിച്ചിരിക്കണം. ഇതിപ്പോൾ തൻവീറുൽ ഖുലൂബ് എന്ന കിതാബ്, ഈ കിതാബിലെ അഖീദൻ്റെ ഭാഗം പറഞ്ഞോട് തന്നെ പ്രത്യേകം പറയും, യജിബുൽ ഈമാനു ബിൽ ഔലിയാ ഉണ്ടോ. അമ്പിയാക്കളെ ഈമാൻ പറയുന്നോട് തന്നെ അതിനോട് ചേർത്തി പറയുന്നുണ്ട് യജിബുൽ ഈമാനു ബിൽ ഔലിയാ, ഔലിയാക്കളെ കൊണ്ട് വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്.
അപ്പം അവർ ഉജൂദിനെ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ തഫ്സീലിയായിട്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കണം, ഇജ്മാലായിട്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കണം. ഇനി ഇവിടെ വേറെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഔലിയാക്കളെ വിശ്വസിക്കാണല്ലോ, പക്ഷെ ഇവിടെ ജനങ്ങൾ 2-3 തട്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്യാറ് മുൻകാലത്തുള്ള വിശ്വസിക്കും. മൊയ്തീൻ ഷെയ്ഖ് വലിയ ആളാണ്, റിഫായ് ഷെയ്ഖ് വലിയ ആളാണ്, അവരെ കാലത്തുള്ള വിശ്വസിക്കൂല. ഇതിനെക്കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. ഷാറാനി ഇമാം, അതേമാതിരി യാഫി തങ്ങൾ, ഇവരൊക്കെ കണ്ടോ വമിൻഹും വന്നാസു ഫി ഇൻകാരിൽ കറാമാത്തി അല അക്സാമി. ഔലിയാക്കളെയും ഔലിയാക്കളെ കറാമത്തിനൊക്കെ നിഷേധിക്കുന്ന ജനങ്ങൾ 3 തട്ടിലാണ്. ഒന്ന് മൈ യുങ്കിറുഹ മുത്തലക്കൻ, നിരുപാധിക എന്ത് ഔലിയ എന്ത് കറാമത്ത്, നമ്മുടെ നാട്ടിൽ മുജാഹിദിനെ പോലെ. വഹും അഹ്ലു മദ്ഹബി മാറൂഫുൻ. പിന്നെ വമിൻഹും മൈ യുസദ്ദിഖു ബി കറാമാത്തി മമ്മദ, മുൻകാലത്തിലുള്ള അംഗീകരിക്കും. മൊയ്തീൻ ഷെയ്ഖ് അങ്ങനെ ഉണ്ടായിനി, മൊയ്തീൻ ഷെയ്ഖ് മരിച്ചവരെ ഹയാത്താക്കി, അതൊക്കെ അംഗീകരിക്കും. പക്ഷെ യുകദ്ദിബു ബി കറാമാത്തി അഹ്ലി സമാനിഹി, അവന്റെ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾ ഉണ്ടാവും, അവര് കളവാക്കുന്നു. കണ്ടോ, ഇപ്പൊ നമ്മളെ മടവൂർ ശേഖനാൻ കഥ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറെ മൂല്യമാര് നമ്മളൊക്കെ കാണണ്ടല്ലോ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട്, അവര് മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറയും, മടവൂർ ശേഖനാനെ പറ്റി പറയുമ്പോൾ കറാമാത്തിന് പല നിയമങ്ങൾ അതൊക്കെ പിന്നെന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതേമാതിരി കുളൂസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ്. ഇന്ന് ഇതേ ആൾക്കാർ മൊയ്തീൻ ഷെയ്ഖിന്റെ പറയുന്നുണ്ട്. ഈ ആൾക്കാർ ആ കാലത്തുണ്ടെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനെ എതിർക്കും, ഉവൈസുൽ ഖർണിന്റെ മഹത്വം പറയും. ഇതുണ്ടാകുക എന്താണ് അവർ കണ്ടിട്ടില്ല, കാണാത്തോണ്ട് വിശ്വസിച്ചു പോയി. വലിയപ്പാര് പറഞ്ഞു കിട്ടുകൊണ്ട് അവനവന്റെ കാലത്തുണ്ടാകുമ്പോഴാണ് ഇത് ഉരുത്തിരിക, അപ്പോഴാണ് കറക്റ്റ് ആകുക. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നുണ്ട് കണ്ടോ, ഈ ടീം ഇപ്പൊ ഹാവുലായി കമാകാല സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ബനി ഇസ്രായേൽ, മുൻകാലത്തുള്ള അംഗീകരിക്കും, കാലഘട്ടത്തിൽ അവന്റെ കാലത്തുള്ള അംഗീകരിക്കൂല. ഇവർ ആരെ പോലെയാണ് കണ്ടോ, ബനു ഇസ്രായേലിനെ പോലെയാണ്. സ്വദ്ദഖൂബി മൂസ, മൂസാ നബിനെ ഓലൊക്കെ അംഗീകരിക്കും. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള അഹ്ലി കിതാബൊക്കെ ഹീനലം യറവ് കണ്ടിട്ടും കൂടിയില്ല. ഇപ്പൊ കദ്ദബൂബി മുഹമ്മദിൻ, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള കുറെ ആൾക്കാർ മൂസാ നബി വലിയ ആളാണ്, ഈസാ നബി വലിയ ആളാണ്, പക്ഷെ റസൂലിനെ അംഗീകരിക്കണില്ല. ഇതേപോലെ ഇപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് വലിയ ആളാണ്, മമ്പ്രതങ്ങൾ വലിയ ആളേനി, മടവൂര് അത് ശരിയാവില്ല, അതിപ്പോൾ കുത്തുബുല്ലാന്നൊന്നും പറയാൻ പറ്റൂല, അത് മൂപ്പരെന്തോ പിരാന്തേനി, അത് ശരിയത്തില്ലേനി. ഇത് വലിയ വിഷയമാണ്. ഇവിടൊക്കെ ഇമാമിങ്ങൾ തുലനം ചെയ്യണണ്ടില്ലേ. അപ്പൊ കാര്യത് ഗൗരവ. സുന്നത്ത് ജമാഅത്ത് എന്നുള്ള ഹക്കീക്കത്ത് സ്ഥിരപ്പെട്ട ആ ഗ്രൗണ്ടിൽ ഒരാൾ ഉണ്ടാണെങ്കിൽ ഔലിയാക്കളുടെ വിശ്വാസം നിർബന്ധമാണ്. അത് അവനവന്റെ കാലഘട്ടത്തിൽ അവനവന്റെ നാട്ടിലും ബന്ധപ്പെട്ടവർക്ക് പ്രത്യേകം എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം തന്നെ പരിഗണിച്ച് വിശ്വസിക്കണം. അത് അവരെങ്ങനെയാണോ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ അവർ വിശ്വസിക്കുകയും വേണം. അതാണ് അതിന്റെ മാനദണ്ഡം. ഇതേ കാര്യം ഫത്താവൽ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ഔലിയാക്കളെ പല ആൾക്കാർ നിഷേധിക്കുകയാണ്. എന്നിട്ട് പറയാണ് വലൈസൽ നാജബ് നിങ്കാരിൽ മുഅ്തസില, മുജാഹിദ് ഒന്നിപ്പം പിന്നെ മമ്പറതങ്ങളെ മടവൂരിനെ നിഷേധിക്കണ നമുക്ക് എന്തില്ല, പ്രശ്നമല്ല. പിന്നെ ബഹുമാനപ്പെട്ട ഒരു ഇബാറത്ത് വഇന്നബൽ അജബു മിൻ ഖൗമിൻ തസമ്മു ബി അഹ്ലി സുന്ന, സുന്നി തന്നെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെന്നത് എതിർക്കുകയാണ്. അതാണ് അത്ഭുതം. അത് കാണുന്നൊരു കാലമാണ് ഇപ്പോൾ. മടവൂരിന്റെ പേരിലൊക്കെ ഉറൂസ് നടത്തും ചെയ്യും. എന്നാ ഉറൂസുകളിൽ തന്നെ മടവൂർ ഷെയ്ഖിനെ നിഷേധിച്ച് പറയും ചെയ്യും. ഷെയ്ഖുനെ പറഞ്ഞ വാചകങ്ങളെ ഇപ്പൊ കുത്തുബുല്ലാലും എന്ന് പറയാൻ ആൾക്കാരുടെ ധാരണ എന്താ അറിയോ, അതിപ്പോ സമീപകാലത്തായിട്ട് നൗഷാദ് യാസീൻ ഉണ്ടാക്കിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പല ആൾക്കാർ മനസ്സിലാക്കി. അത് അവിടുത്തെ മക്കാമിന്റെ പ്രധാനപ്പെട്ട വാതിൽ എല്ലാവർക്കും കാണാലോ. പി ഉസ്താദ് പാറനൂർ ഉസ്താദൊക്കെ അവിടെ ദർശനത്തിന് ആ കാലത്ത് ഷെയ്ഖുന വഫാത്തായ ഉടനെ തന്നെ വന്ന വാതിലാണ്. അപ്പൊ അത്രത്തോളം ഷെയ്ഖുന ആ വാചകം പറഞ്ഞു എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്, മഷൂറായി അറിയപ്പെട്ടതാണ്. ആ പ്രയോഗം മുമ്പേ ഉള്ളതുമാണ്. വേറെ ചില ആൾക്കാരാണ് കുത്തുബുല്ലാൽ എന്ന് പറഞ്ഞാൽ അതിപ്പം വരെ ആരും ഉണ്ടാക്കിയാണ്. നമ്മുടെ റിഫായ് ഹുസൈൻ മൗലൂദിൽ കാണാൻ ബൈത്തിലാണ് കുത്തുബുല്ലാലെന്ന് എത്രയോ ഇബാറത്തുകളിൽ. അപ്പൊ അവര് പറഞ്ഞ ആ വാചകത്തെ ഒരാൾ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അവരെ നിഷേധിക്കലാണ്. ഇപ്പൊ അന സയ്യിദു ഉൽദി അതേ റസൂല് പറഞ്ഞില്ലേ, അത് റസൂല് പറഞ്ഞാണ്. മൂസ ലൗകാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇല്ലത്തിബായി, റസൂല് പറയാണ്. മൂസ ഒന്ന് ഹയാത്തിലുണ്ടോ എന്നെ പിൻപറ്റേണ്ടി വരുന്നുണ്ട്. നമുക്കെന്നത് പറയാൻ സുഖ. അന്നത്തെ കൗമിൻ്റെ ഇടയിൽ കുട്ടിക്കാലത്ത് ബഹറിൽ പെട്ടിയിലിട്ടിട്ട് രക്ഷപ്പെട്ട് വലിയ ചരിത്രം ഉണ്ടായ നബിയാണ് ഈ മൂസാ നബി. അള്ളാഹ് റസൂലിൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം അത്തരം സംഭവങ്ങളൊന്നും ഇപ്പോൾ പറയപ്പെട്ടതേ കാണൂലല്ലോ. അപ്പം അവരുടെ ഇടയിൽ വലിയ ആളാണ് മൂസാ നബി. ആ മൂസ എന്ന് പറഞ്ഞ ആൾ ഇന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക് നിൽക്കണം എന്നതുപോലെ കുത്തുബുല്ലാലും ഷെയ്ഖുന വലിയ വലിയ വാചകങ്ങൾ പറയാണ്. അപ്പം അതിന് നമ്മൾ വിശ്വസിക്കണം, നിർബന്ധമാണ്. അപ്പം തന്നെ സുന്നിയാവുള്ളൂ. അതിന് മറുപടി അതാണ് ഈ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഔലിയാക്കളെ വിശ്വസിക്കുക എന്നുള്ളത് മുർസലീങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവ റുസുലിഹി എന്ന് പറഞ്ഞില്ലേ, ആ റുസുലു എന്നുള്ളതിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്
ഈ അമ്പിയ ഔലിയാക്കൾ വിശ്വസിക്കൽ. അത് അവനവൻ്റെ നാട്ടിലും മറ്റും ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ എത്തിയില്ലേ, അപ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പോൾ പിന്നെ അവരെക്കുറിച്ച് അവരാ പറയേണ്ടത്. ചില ആളുകൾ പറയും സ്വയം പ്രഖ്യാപിത വലിയ, അയാൾ സ്വയം അയാളെക്കുറിച്ചുള്ള വിഷയം അയാളാണ് പറയാ. അപ്പൊ അള്ളാൻ റസൂൽ അന റസൂലാണ് ആരാ പറഞ്ഞത്? അപ്പൊ ബലി പറയാതെ അള്ള പറഞ്ഞിട്ടാണ്. അള്ള പറഞ്ഞ ബലി കാണൂലല്ലോ, ലോകര് കാണില്ലല്ലോ. ലോകരുടെ ഇടയിൽ ദൃശ്യപ്പേതേ ഉള്ളൂ. അപ്പൊ അവിടെയും പറയാം അയാൾ സ്വയം പ്രഖ്യാപിക്കാണ്. അവരോട് പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ അവർ പ്രഖ്യാപിക്കും, അന കുത്തുബുല്ലാലം, അന മുദബ്ബിറുല്ലാലം, അന വലിയുള്ള ഹൗസുല്ലാന്ന് പറഞ്ഞാൽ അന ഷെയ്ഖുൻ വ വലിയുൻ വ ഇമാമു ഒക്കെ സ്വയം പ്രഖ്യാപിക്കാനാണ്. സ്വയം പ്രഖ്യാപിക്കാൻ നമ്മൾ ദൃഷ്ടിയിൽ അവരോട് ചൊല്ലില്ല ഞാനൊന്നാണ്, പക്ഷെ നമ്മൾ കാണൂലല്ലോ. അപ്പൊ അവര് ആ പറയുന്ന വിഷയത്തിൽ അവർ വിശ്വസിക്കണം. വിശ്വസിച്ചോനേ സുന്നിയാവൂ. അതിൽ ഏതെങ്കിലും രൂപത്തിൽ കറാമത്തുമായി ബന്ധപ്പെട്ടോ അവരെ മക്കാമാത്തുമായി ബന്ധപ്പെട്ടോ അവർ പറഞ്ഞ കലാമുമായി ബന്ധപ്പെട്ടോ അവിശ്വാസം ഏതെങ്കിലും നിലക്ക് വരുത്തിയാൽ ഓൻ ഗ്രൗണ്ടിൽ നിന്ന് നീങ്ങുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടി തന്നെയാണ്.